ചാമയും തിനയും കൂവരകും ചോളവുമെല്ലാം നമ്മുടെ പാടങ്ങളിൽ ഒരു കാലത്ത് കൃഷി ചെയ്തിരുന്നു. പഴയ തലമുറയുടെ ആഹാരക്രമത്തിൽ ഈ ചെറുധാന്യങ്ങൾ ധാരാളമായി ഉൾപ്പെടുത്തിയിരുന്നു. കഞ്ഞിയും കുറുക്കുമാണ് പ്രധാന വിഭവങ്ങൾ. കൂടാതെ തിനയും ചോളവും മറ്റും വറുത്ത് വീട്ടിൽ തന്നെ തിരികക്കല്ലിൽ പൊടിച്ച് മാവാക്കി ദോശയും പുട്ടും കൊഴുക്കട്ടയും സാമ്പത്തിക നിലയിൽ മെച്ചപ്പെട്ട കുടുംബങ്ങളിലെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇന്ന് മില്ലറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ബിസ്ക്കറ്റ്, പാസ്ത, പ്രഭാത ഭക്ഷണ സീരിയലുകൾ, മൾട്ടിഗ്രെയിൻ ആട്ട എന്നീ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭിക്കുന്നു. ധാന്യവിളകളിൽ സീരിയലുകളും മില്ലറ്റ്സും ഉൾപ്പെടുന്നു. നെല്ല്, ഗോതമ്പ്, ഓട്സ്, ബാർലി, റൈ തുടങ്ങിയവയാണ് സീരിയലുകൾ. വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിയുന്നവയാണ് ചെറുധാന്യ വിളകൾ. മാറുന്ന കാലാവസ്ഥയ്ക്കും പുതിയ കാലത്തിന്റെ ജീവിതശൈലിക്കും എന്തുകൊണ്ടും യോജിച്ചവയാണ് ചെറുധാന്യങ്ങൾ. കൂവരക്, മണിച്ചോളം, പനിവരക്, വരക്, തിന, കുതിരവാലി എന്നിവയാണ് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ചെറുധാന്യ വിളകൾ. മാംസ്യം എന്ന പോഷകം അരിയിലും ഗോതമ്പിലും ഉള്ളതിനേക്കാൾ കൂടുതൽ അളവിൽ, അതായത് 11.6 ഗ്രാം വരെ പേൾ മില്ലറ്റിലുണ്ട്. ഗ്ലൂട്ടിൻ എന്ന ഘടകമില്ലാത്ത ഈ മില്ലറ്റ് ഗോതമ്പ് അലർജി ഉള്ളവർക്ക് അനുയോജ്യമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു. ഗ്ലൈസീമിക് സൂചിക കുറവായതിനാൽ പ്രമേഹ രോഗികൾക്കും പഥ്യാഹാരമാണ് പേൾ മില്ലറ്റ്. ഫിംഗർ മില്ലറ്റ് എന്നറിയപ്പെടുന്ന കൂവരക് കേരളത്തിൽ ശിശു ആഹാരമായി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കാൽസ്യം, ഇരുമ്പ് എന്നീ ധാതുക്കൾ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കൂവരക് അസ്ഥികളുടെ വളർച്ചയ്ക്കും രക്തം ഉൽപ്പാദിപ്പിക്കുന്നതിനും എത്രയും ആവശ്യമാണ്. നാരുകൾ കൂടുതലുള്ള ഈ ചെറുധാന്യം പ്രമേഹ രോഗികൾക്കും ഗുണം ചെയ്യും. ഫോക്സ് ടെയിൽ മില്ലറ്റ് എന്നറിയപ്പെടുന്ന തിന അരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികൾക്കും ഗർഭിണികൾക്കും ശുപാർശ ചെയ്യപ്പെടുന്ന ഒരു ചെറുധാന്യമാണിത്. പോഷകങ്ങൾക്ക് പുറമെ രോഗശമന ഘടകങ്ങളും ഈ ചെറുധാന്യത്തിൽ സമൃദ്ധമായതിനാൽ കരൾ രോഗികൾക്കും മൂത്രാശയ രോഗികൾക്കും ഗുണം ചെയ്യും. പോഷകസമ്പുഷ്ടമായ തിന രക്തത്തിലെ പഞ്ചസാര, കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് കുറയ്ക്കുന്നതിനും സഹായകമാണ്. ഗ്ലൈസീമിക് സൂചിക, അതായത് 50.8 ഉള്ളതിനാൽ പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ്. തിനമാവിൽ കരിപ്പട്ടി ചേർത്തുണ്ടാക്കിയ കുറുക്ക് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് വളരെ ഗുണം ഉള്ള ഒരു ആഹാരമാണ്. കോഡോ മില്ലറ്റ് അഥവാ വരക് ഏറ്റവും മൂപ്പ് കൂടിയ ചെറുധാന്യ വിളയാണ്. ആന്റി ഓക്സിഡന്റ്സ് സമൃദ്ധമായ അളവിൽ ഇതിലുള്ളതിനാൽ രക്തത്തിലെ ഗ്ലൂക്കോസ് നിലയും കൊളസ്ട്രോൾ നിലയും കുറയ്ക്കാൻ ഇത് സഹായകമാകുന്നു. ഗ്രേറ്റ് മില്ലറ്റ് അല്ലെങ്കിൽ സ്വർഗം, ജോവാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മണിച്ചോളം പോഷകങ്ങളുടെ കലവറയാണ്. ടാനിൻ, ഫിനോളിക് ആസിഡ്, ആന്തോസൈനിൻ, ഫൈറ്റോസ്റ്റിറോൾ എന്നീ ഫൈറ്റോ കെമിക്കൽസിന്റെ സമൃദ്ധമായ ഉറവിടമാണ് ഈ ധാന്യവിള. ഇവയെല്ലാം മനുഷ്യ ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്നു. ലിറ്റിൽ മില്ലറ്റ് അഥവാ ചാമയരി നല്ല രുചിയുള്ള ധാന്യമാണ്. കൊളസ്ട്രോൾ രോഗികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഈ ചെറുധാന്യം അരിക്കും ഗോതമ്പിനും പകരമായി ഉപയോഗിച്ചു തുടങ്ങാം. പച്ചക്കറികളും മില്ലറ്റ്സും വേവിച്ച ശേഷം അവ മിക്സിയിൽ അടിച്ച് തേങ്ങാപ്പാലും ചേർത്ത് ചെറുതായിട്ട് തിള വരുന്നതുവരെ ഒന്ന് ചൂടാക്കി ചൂടോടെ 1 കപ്പ് സൂപ്പ് കഴിച്ചാൽ അത്താഴത്തിന് പ്രായമായവർക്ക് അത് മതിയാകും. ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകളിലെ പോഷക ഗുണങ്ങൾ